ദേശീയപാതയൊക്കെ വരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ തീരദേശ ഹൈവേ, മലയോര ഹൈവേ, അല്ലെങ്കിൽ വലിയ പാതകൾ വരണമെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രധാന പ്രശ്നമാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഭൂമി ഏറ്റെടുക്കലിൻ്റെ തുകയും കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കലിൻ്റെ തുകയും താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഞെട്ടുന്നതാണ് കണക്ക്. ഞാനൊരു ഏകദേശ കണക്ക് നിങ്ങളോട് പറയാം. ഒരു ഹെക്ടർ ഭൂമി എടുക്കാൻ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ 2 കോടി രൂപയാണ് ചിലവെങ്കിൽ കേരളത്തിൽ ഒരു ഹെക്ടർ ഭൂമിക്ക് 1 കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 37 കോടിയോളം രൂപ വരുമെന്നാണ് ഇപ്പോൾ ഒരു ഏകദേശ കണക്ക് പറഞ്ഞത്. അത്ര ഡിഫറൻസാണ്. അപ്പോൾ ഇതൊരു വലിയ ടാസ്ക്കാണ്. ഭാവിയിൽ നമ്മൾ എങ്ങനെ പോകണം എന്നൊക്കെയുള്ള ഭാവിയിൽ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാലും ഈ പരിമിതിയിൽ നിന്നുകൊണ്ടും ഭൂമി ഏറ്റെടുക്കലിന് എല്ലാ നിലയിലും നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പുതിയ പല പദ്ധതികളുമാണ് ഡിസംബർ മാസം 6, 2024 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ കണ്ടപ്പോൾ മുന്നോട്ട് വെച്ചത്. അപ്പം അതിന് ചില പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് അന്ന് കേന്ദ്ര സർക്കാർ മന്ത്രി ശ്രദ്ധപ്പെടുത്തിയിരുന്നു. പുതിയ ദേശീയപാത പദ്ധതികൾ അനുവദിക്കുന്നതിനും നിലവിലുള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും നാഷണൽ വേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ ഈ ചുരുങ്ങിയ സമയത്തിനകം, ഈ ഡിസംബർ 6 മുതൽ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഒത്തുകൂടുന്ന ഈ ദിനം വരെ, ജൂൺ മാസം, പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്.